പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. വചനപുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അന്ന എന്നൊരു പ്രവാചകയെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. 84 വയസ്സായ ആ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ 50 ദിവസത്തെ നോമ്പുകളൊക്കെ എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ മൗത്യപ്പെടുത്തിക്കൊണ്ടും ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോകാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിച്ച ഈ ദിവസങ്ങൾ അത് മുൻപോട്ട് നമുക്കൊരു സ്വർഗീയമായ അനുഭവത്തിന് കാരണമായി തീരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആളിനോട് പറയുകയായിരുന്നു, നോമ്പ് തീരാറായത് ഭയങ്കര സങ്കടം തോന്നുന്നു. ആ ഒരു ആനന്ദമാണ്, ഒരു സ്വർഗീയമായൊരു ആനന്ദം. അതുകൊണ്ടാണ് ഈ ആരാധനകളും പ്രാർത്ഥനകളും ഉള്ള വീട് എപ്പോഴും ഈ ആനന്ദം കൊണ്ട് നിറയും. നമ്മുടെ സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത, ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജീവിക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും പ്രാർത്ഥനയുണ്ടാവും, അവിടെ എപ്പോഴും ആരാധനയുണ്ടാവും, അവിടെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ ദൈവരാജ്യത്തിലല്ല, നരകതുല്യമായ ഒരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ ആ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിൽ എപ്പോഴും പെറുപെറുപ്പും കുറ്റം പറച്ചിലും മറ്റുള്ളവരെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കും ആ വീട്ടിൽ നടത്തപ്പെടുക. അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: കർത്താവേ, ആരാധിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വീടായി, ഒരു ഭവനമായി എൻ്റേത് മാറട്ടെ. അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് പഴി പറയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള വീടായിട്ട് എൻ്റെ വീട് മാറാതിരിക്കുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ കാരുണ്യവാനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അഭിഷേകം ഈ വചനപുലരി കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.